ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും എങ്ങനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാം, അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും എങ്ങനെ ലാഭമാണോ നഷ്ടമാണോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ നോക്കാം. ഒരു സ്ഥാപനത്തിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആ സ്ഥാപനത്തിന്റെ ഇൻകംസ്, എക്സ്പെൻസസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നിവയുടെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ക്യാഷ് സെയില്, അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസ്, മറ്റ് പണമിടപാടുകൾ എന്നീ വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അപ്പൊ ഈ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഡയറക്റ്റ് ആയി ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് മറ്റ് അത്യാവശ്യ വിവരങ്ങൾ കൂടി നമുക്ക് കണ്ടെത്താം. സാധാരണയായി ഇങ്ങനെ കണ്ടെത്തേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെയാ കണ്ടെത്തുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയെന്നാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അതുപോലെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി. അതുപോലെ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കണ്ടെത്തേണ്ടി വരും. ക്രെഡിറ്റ് സെയിൽസ്, ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്, ബിൽസ് റിസീവബിൾസ് റിസീവ്ഡ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, പേയ്മെന്റ് ടു ഡെപ്റ്റേഴ്സ്, എനി അതർ ക്യാഷ് ഓർ ബാങ്ക് റിലേറ്റഡ് ഐറ്റം. ഇപ്പം ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതൊന്നും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഇത് ആദ്യം ഈ മിസ്സിംഗ് ഐറ്റംസ് ഒക്കെ എത്രയാണ്, ഇതിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിലെ ഈ ക്രെഡിറ്റ് സെയില് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അസർട്ടൈൻമെന്റ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്, എത്ര രൂപയുടെ സാധനങ്ങളാണ് ഇത്തരത്തിൽ കടത്തിൽ വിറ്റത് എന്ന് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും ലഭ്യമാകണമെന്നില്ല. അതുപോലെ ഈ ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മറ്റു പല വിവരങ്ങളും നമുക്ക് ലഭ്യമല്ലായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് സെയിലാണ് മിസ്സിംഗ് എങ്കിൽ അത് കണ്ടുപിടിക്കാം. അല്ല, മറ്റെന്തെങ്കിലും ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എമൗണ്ടുകളാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളതെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് പഠിക്കാം. ഇത് വൺ വേർഡിൽ ചോദിക്കാം. ക്രെഡിറ്റ് സെയിൽ അസർട്ടൈൻ ചെയ്യുന്നതിന് തയ്യാറാക്കുന്നത് എന്താണ്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതിന്റെ പിന്നിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് പഠിച്ചെടുക്കാം. ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ് അല്ലെ? നമുക്കറിയാം, ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. ഈ അസറ്റിന്റെ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അത് നമ്മൾ പഠിച്ചതാണ്. അതായത് അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ, അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തെന്നാൽ നമ്മൾ എന്തും ചെയ്യും? ക്രെഡിറ്റും ചെയ്യും. ഇതാണല്ലോ റൂള്. ഓർക്കുന്നില്ലേ? ഇത് ഓർക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ഒരു വേർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തുവാ? എടാ, ക്ലിക്ക് അല്ലേ? അതായത് എക്സ്പെൻസസും അസറ്റ്സും അതെല്ലാം ഇൻക്രീസ് ചെയ്തെന്നാൽ എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് അല്ലേ? ഇനി ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ഇതെല്ലാം ഇൻക്രീസ് ചെയ്തെന്നാൽ എന്തും ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം അല്ലേ? ഇത് നമുക്കറിയാം. ഇത് നമുക്കറിയാവുന്ന റൂളാണ്. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അസറ്റ് ആണ് അല്ലേ? അപ്പം ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കൂടുമ്പോൾ, അതായത് നമുക്ക് ക്യാഷ് തരേണ്ടതിന്റെ തുക കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലെ? അതുപോലെ തന്നെ തരേണ്ട തുക, അതിന്റെ കാരണങ്ങൾ കുറയുന്നതൊക്കെ എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് പറഞ്ഞ അസറ്റ് തന്നെയാണ്. അപ്പൊ ഇതാണ് ടിപ്പ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് ഷുഡ് ബി ഡെബിറ്റഡ് അല്ലെ? ഇൻക്രീസ്
in debtors should be debited. അതുപോലെ നേരെ മറിച്ച് ഡിക്രീസ് ആണെങ്കിൽ decrease in the value of debtors should be credited. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യണം? ക്രെഡിറ്റും ചെയ്യണം. അപ്പോൾ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് വരയ്ക്കാറില്ല, അത് തന്നെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. അതിൽ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എവിടെ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിലും. ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട്, ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ക്ലിയർ? ഇനി നമുക്കിതിന്റെ ആദ്യം നമുക്കറിയാം ഒരു അക്കൗണ്ടിന് എന്ത് ബാലൻസ് എഴുതുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ആണല്ലോ എഴുതുന്നത് അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഈ എല്ലാ അസറ്റുകളുടെയും ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും അല്ലെ? ഇപ്പൊ എക്സ്പെൻസസും അസറ്റിനും എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അസറ്റ്സിന്റെ എല്ലാം എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എല്ലാ അസറ്റ്സിന്റെയും ഡെബിറ്റ് ആണ്. അപ്പൊ ഈ ഡെറ്റർ എന്ന് പറയുന്നതും എന്താണ്? അസറ്റ് തന്നെയല്ലേ? അപ്പൊ ഈ ഡെറ്റേഴ്സിന്റെയും ഓപ്പണിംഗ് ബാലൻസ് എന്ത് തന്നെയാണ്? ഡെബിറ്റ് ആണ്. ഇനി നേരെ മറിച്ച് ക്രെഡിറ്റേഴ്സിന്റെ ആണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ് അല്ലെ? അപ്പൊ ലയബിലിറ്റീസിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ ഈ ക്രെഡിറ്റർ എന്ന് പറയുന്ന ആരാണ്? ലയബിലിറ്റി ആണ്. അത് നമ്മൾ വീണ്ടും നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഡെറ്റേഴ്സിന്റെ എല്ലാം, ഡെറ്റേഴ്സ് പറഞ്ഞ അസറ്റ് ആണ്, അസറ്റ്സിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇനി അതുപോലെ ക്ലോസിംഗ് ബാലൻസും വരും. ഒരു അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസും കാണും. ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുന്നത്, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. അതുപോലെ തന്നെ എല്ലാ അക്കൗണ്ടുകൾക്കും ക്ലോസിംഗ് ബാലൻസും കാണും. അപ്പൊ ആ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അതെങ്ങനെയാ വരുന്നത്? ക്ലോസിംഗ് ബാലൻസ് അസറ്റ്സിനും ലയബിലിറ്റിക്കും. അസറ്റ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? അതായത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വന്നാലല്ലേ ഓപ്പണിംഗ് ആയി വരുമ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ വരികയുള്ളൂ. അപ്പൊ അസറ്റ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഏത് സൈഡിലായിരിക്കും? ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പം നമ്മുടെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നതും അസറ്റ് ആണ്. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. ലയബിലിറ്റി ആകുമ്പോൾ തിരിച്ചു വരും. ലയബിലിറ്റീസിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ക്ലോസിംഗിൽ വരുന്നത്. ഡെബിറ്റ് ആയിരിക്കും, അതായത് ക്രെഡിറ്റേഴ്സ് വരുമ്പോഴാട്ടോ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കണം. അതായത് ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കറിയാം അസറ്റ്സിന്റെ എപ്പോഴും ബാലൻസ് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ആണ് അല്ലെ? അപ്പൊ അസറ്റ്സിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണ്. ഓപ്പണിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ക്ലിയർ? അപ്പോൾ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് ആദ്യം എഴുതേണ്ട ഐറ്റം എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഇത് എവിടെയാണ് എഴുതുന്നതെന്ന് മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്നാണ്. അത് ഓർത്തിരിക്കാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്: എല്ലാ അസറ്റ്സിന്റെയും ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ലയബിലിറ്റീസിന്റെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ആയിരിക്കും. അപ്പൊ ഈ ഡെറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയാ എഴുതേണ്ടത്? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ഇനി അതുപോലെ എങ്ങനെയാ എഴുതേണ്ടത് ഈ ഓപ്പണിംഗ് ബാലൻസ്? ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാലേ അതിന്റെ എമൗണ്ട് എഴുതേണ്ടത്. അപ്പൊ അത് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ടാവും, അത് എഴുതണം. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എഴുതണം അല്ലെ? അപ്പൊ ആ
വർഷത്തെ അവസാനം എന്തോരം ഡെറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതുന്നത്? അവസാനമല്ലേ എഴുതുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ വേറെ ഐറ്റംസ് എഴുതാനുണ്ടായിരിക്കും. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് എഴുതാറ്? ബാലൻസ് സി ഡി അല്ലേ? ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ് ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും എഴുതണം. അപ്പം ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി ബാക്കി ഐറ്റംസ് എല്ലാം നമുക്ക് ഒന്നുകിൽ ജേർണൽ എൻട്രി വെച്ച് ഈ ഡെറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ ജേർണൽ എൻട്രി അത്രയ്ക്ക് വശമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഈസിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ്. അതായത് ഈ ഡെറ്റർ എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഇവിടെ ഈ അസറ്റ്സ് ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലെ? അതായത് ഡെറ്ററിന്റെ എമൗണ്ട് കൂട്ടുന്ന ഐറ്റംസ് അതെല്ലാം എന്ത് ചെയ്തോളണം? ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡെറ്ററിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഐറ്റംസ് അതെല്ലാം എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റും ചെയ്താൽ മതി. അതാണ് എളുപ്പത്തിൽ ചെയ്യാനുള്ള മറ്റൊരു മാർഗം, ജേർണൽ എൻട്രി അത്രയ്ക്ക് വശമില്ലാത്തവർക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡെറ്റേഴ്സിന്റെ വാല്യൂ കൂടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡെറ്റേഴ്സ് എപ്പോഴാണ് ഒരു അസറ്റ് ആയിട്ട് മാറുന്നത്? ക്രെഡിറ്റിന് സാധനങ്ങൾ വിൽക്കുമ്പോഴല്ലേ. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡില് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ അല്ലേ? അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴല്ലേ ഈ ഡെറ്റേഴ്സിന്റെ വാല്യൂ കൂടുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയില് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടാകില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എഴുതണം. എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട്. അപ്പൊ നമുക്ക് ഡെറ്റേഴ്സ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ഇത് ചോദ്യത്തിൽ ഉണ്ടാവില്ല, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബാക്കി ഇൻഫോർമേഷൻസ് ഒക്കെ ക്വസ്റ്റിനകത്ത് അപ്പം തന്നിട്ടുണ്ടാവും. അപ്പം ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഇതിലേക്ക് രേഖപ്പെടുത്തിയ ശേഷം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും ഈ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കഥയിലൂടെ ഇതിലെ ഐറ്റംസ് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഇപ്പം ഞാനാണ് ബിസിനസ് ചെയ്യുന്നത്. എൻ്റെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/1/2020 to 31/12/2020 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഷോപ്പിൽ ഈ 2020 ജനുവരി 1-ാം തീയതിയുള്ള ഡെറ്റേഴ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ജനുവരി ആദ്യം ഉള്ള ഡെറ്റേഴ്സിന്റെ ബാലൻസ് അതെന്ന് പറയുന്നത് എന്ത് ബാലൻസ് ആണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്, അതായത് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു 5400 രൂപയുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ആ വർഷം അവസാനിക്കുമ്പോഴത്തേക്കിനും 31/12/2020 ആകുമ്പോഴത്തേക്കിനും എൻ്റെ ഡെറ്റേഴ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒരു 4350 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആണ്. ക്ലോസിംഗ് ഡെറ്റേഴ്സ് 4350. പിന്നെ അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് എഴുതാം. അതായത് ഓപ്പണിംഗ് ഡെറ്റേഴ്സ്, ഓപ്പണിംഗിലുള്ള ഡെറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഓരോന്നും അങ്ങോട്ട് എഴുതാം. അപ്പൊ അതിന്റെ ബിസിനസിന്റെ ആദ്യമുള്ള ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എപ്പോഴും എന്തെന്ന് പറഞ്ഞു വേണ്ട എഴുതാൻ? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും പറഞ്ഞു വേണ്ട എഴുതാം. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 5400 ആണ്. പിന്നെ ഈ ക്ലോസിംഗ് ഡെറ്റേഴ്സ് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്നാന്ന് പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ്. അത് എത്രയാണ്? 4350. അപ്പൊ അത് രണ്ടും നമ്മൾ എഴുതി. ഇനി ആ വർഷം ഞാനൊരു നിശ്ചിത എമൗണ്ടിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ കുറെ ക്രെഡിറ്റ് സെയിൽസ് ഞാൻ നടത്തിയിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിൽ. ഇതിന്റെ എമൗണ്ട് എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ക്രെഡിറ്റ് സെയിൽസ് ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് വരുന്നത്?
നമ്മൾ മുമ്പേ പറഞ്ഞു തന്നായിരുന്നു ഞാൻ. അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണ് ഡെറ്റേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് മെയിനായിട്ടും അല്ലേ. അപ്പൊ അത് ഏത് സൈഡിലാണ് വരുന്നത്? ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ. അപ്പൊ അതിപ്പം ഇവിടെ അങ്ങ് എഴുതി വെക്കുകയാണ്. ക്രെഡിറ്റ് സെയിൽ ഇവിടെയാണ് വരുന്നത്. ഇനിയിപ്പോ അതല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് ഇത് എൻട്രി വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ ക്രെഡിറ്റ് സെയിലിന്റെ എൻട്രി വന്നിരുന്നത്? സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്നല്ലേ. അപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പം ക്രെഡിറ്റ് സെയില് വരുന്നത് ഡെബിറ്റ് സൈഡിലാണെന്ന് മനസ്സിലാക്കാം. ഇനി ഈ സെയിൽസ് നടത്തിയതിൽ ഞാൻ സെയിൽസ് നടത്തിയല്ലോ, ക്രെഡിറ്റ് സെയിൽ നടത്തിയതിൽ സാധനങ്ങൾ കസ്റ്റമേഴ്സ് ചിലപ്പോൾ തിരിച്ചയക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അതായത് സെയിൽസ് റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്കൊരു 400 രൂപയുടെ സാധനങ്ങൾ ഞാനിങ്ങനെ ക്രെഡിറ്റിൽ വിറ്റത് കസ്റ്റമേഴ്സ് തിരിച്ചു തന്നു. അതായത് റിട്ടേൺസ് ഫ്രം ഡെറ്റേഴ്സ് ഒരു 400 രൂപ. ഡെറ്റേഴ്സ് 400 രൂപയുടെ സാധനങ്ങൾ ഡെറ്റേഴ്സ് എന്ത് ചെയ്തു? എനിക്ക് തിരിച്ചയച്ചു. റിട്ടേൺസ് ഫ്രം ഡെറ്റേഴ്സ് അതെന്ന് പറയുന്നത് 400 രൂപയുടെയാണ്. ഇത് എവിടെയാണ് എഴുതേണ്ടത്? അന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? അതായത് വിറ്റ സാധനം തിരിച്ചു തന്നാൽ ആ സാധനത്തിന്റെ ക്യാഷ് അവർ തരുവോ? ഇല്ല. അപ്പൊ വിറ്റപ്പോൾ ഞാൻ ആ സെയിൽസ് റിട്ടേൺ വന്ന ഈ ഗുഡ്സിന്റെ വിലയും കൂടി ഞാൻ ഏതിന്റെ എമൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു? ഈ ഡെറ്റേഴ്സിന്റെ എമൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ 400 രൂപയുടെ സാധനം തിരിച്ചു തന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ 400 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്തു. ആ 400 ക്രെഡിറ്റിൽ സെയിൽ നടത്തിയ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു. അതിന് ഡെറ്റേഴ്സ് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 400 രൂപയുടെ സാധനം അവർ തിരികെ തന്നു. തിരികെ തന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ആ 400 രൂപ തരില്ല. അപ്പൊ അത്രയും 400 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സെയിൽസ് റിട്ടേൺ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. അതായത് ഡെറ്റേഴ്സിന്റെ വാല്യൂ അവിടെ കുറഞ്ഞു 400 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഞാനിത് റിട്ടേൺസ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം എന്തെന്നും പറഞ്ഞ റിട്ടേൺസ് ഫ്രം ഡെറ്റേഴ്സ് 400 രൂപയുടെ സാധനം. പിന്നെ ആ വർഷം എനിക്കൊരു 8425 രൂപ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പിരിഞ്ഞു കിട്ടി. ആ വർഷം എനിക്ക് ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് പിരിഞ്ഞിട്ട്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഒരു 8425 രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്. അപ്പോഴെന്ത് സംഭവിക്കും? ഈ 8425 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറയൂലേ? കാരണം എന്താ? അവര് ക്യാഷ് തന്നു. ക്യാഷ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഡെറ്റർ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അല്ല. അപ്പം അത്രയും തുകയ്ക്ക് ഈ ഡെറ്റേഴ്സിന്റെ 8425 രൂപ എന്ത് തന്നു? ക്യാഷ് തന്നു. അപ്പൊ അവരിന് ഡെറ്റേഴ്സ് അല്ല. അപ്പൊ ഈ കിട്ടിയ തുകയും നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കാരണം അത്രയും ക്യാഷ് കിട്ടി. അത്രയും ക്യാഷ് കിട്ടിയപ്പോൾ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞു അല്ലേ. അപ്പൊ ക്യാഷ് റിസീവ്ഡ് എന്നും പറഞ്ഞ് 8425 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനി എന്താണ്? പിന്നെ ഒരു 10,000 രൂപ ക്യാഷ് തരാനുണ്ടായിരുന്ന ഡെറ്റേഴ്സ്, അതിൽ ഒരു 10,000 രൂപ അവർ ക്യാഷിന് പകരം ചെക്ക് തന്നു എന്ന് വിചാരിക്കുക. ക്യാഷിന് പകരം ചെക്ക് തന്നു. ഇപ്പൊ ഇവിടെ ക്യാഷ് തന്നു, അതിന് പകരം ചെക്ക് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഒരു 10,000 രൂപയുടെ ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എന്താ ചെയ്യുന്നത്? 10,000 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു? കുറയുകയല്ലേ ചെയ്യുന്നത്. ക്യാഷ് പോലെ തന്നെ ക്യാഷിന് പകരം അവരെന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ചെക്ക് തന്നിട്ടുണ്ട്. അപ്പോഴും ചെക്ക് തന്നാൽ പിന്നെ അവർ പിന്നെ ഡെറ്റർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെയും ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പം ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതുന്നത്? ബാങ്കിൽ നിന്നല്ലേ എഴുതുന്നത്. ക്യാഷ് കിട്ടുമ്പോഴാണ് നമ്മൾ ക്യാഷ് എഴുതുന്നത്. ചെക്കാണ് കിട്ടുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് എഴുതും. എൻ്റെ ബ്രാക്കറ്റിൽ ചെക്ക് ഒന്നും കൂടി കൊടുത്തേക്കാം. എത്ര രൂപയുടെ ചെക്കാണ്? 10,000 രൂപയുടെ ചെക്കാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? അപ്പം അതും കഴിഞ്ഞു.
പിന്നെ ഒരു 4200 രൂപയുടെ ബിൽസ് റിസീവബിളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാഷ് കിട്ടി, ചെക്ക് കിട്ടി, കൂടാതെ ബിൽസ് റിസീവബിൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇല്ലേ നമുക്ക് പഠിച്ചതല്ലേ, ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഒരു 4200 രൂപയുടെ ബിൽസും കിട്ടി. അപ്പം നമ്മുടെ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യാണ്, ബില്ല് തന്നു കഴിയുമ്പോൾ അത് കുറയല്ലേ. കാരണം എന്താ, ഈ ക്യാഷ് പോലെ തന്നെയാണ് അല്ലേ, അവര് 4100 രൂപ വിലയുള്ള ഒരു അസറ്റാണ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റാണ് അല്ലേ. അപ്പം അവരത് തന്നു, അപ്പൊ പിന്നെ അവരെന്തല്ല അത്രയും തുകയുടെ ഡെറ്റർ കുറയല്ലേ. അപ്പൊ അതുകൊണ്ട് സൺഡ്രി ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ബില്ല് കിട്ടിയെന്നാലും നമ്മുടെ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് അതും എവിടെ രേഖപ്പെടുത്തണം, ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അപ്പൊ എന്തെന്നും പറഞ്ഞ ബിൽസ് റിസീവബിൾ റിസീവ്ഡ് 4200 രൂപയുടെ ബില്ലാണ് കിട്ടിയത്, ശരിയല്ലേ. പിന്നെ ഞാൻ ഒരു ഡെറ്റർക്ക് 1000 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തു. ഇപ്പം ഡെറ്റേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ കൃത്യമായിട്ട് ക്യാഷ് കൊണ്ട് തരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തുക ഞാൻ 1000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴും എന്ത് സംഭവിക്കും, ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയില്ലേ. അതായത് ആ ഡെറ്റർ ആ തുക 1000 രൂപ കുറച്ചിട്ടല്ലേ എൻ്റെ കയ്യിലോട്ട് തരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ഡിസ്കൗണ്ട് അലൗഡ് അനുവദിച്ചു കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പം അതും ഇവിടെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ. കാരണം ഇനി ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഡെറ്റർ എൻ്റെ കയ്യിലേക്ക് തരികയുള്ളൂ. അപ്പൊ അത്രയും തുകയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അലൗഡ് 1000 രൂപയ്ക്കാണ് ഡിസ്കൗണ്ട്, 1000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഞാൻ അലൗ ചെയ്തത്. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സിൽ ഒരു 225 രൂപ ബാഡ് ഡെറ്റ് ആയിപ്പോയി. സൺഡ്രി ഡെറ്റേഴ്സ് തന്നെ പൈസ തരാനുള്ളവരായിരുന്നു. അതിൽ ഒരു 225 രൂപ കിട്ടാക്കടമായി മാറി. ബാഡ് ഡെറ്റ്സ് 225 രൂപ. അപ്പൊ ആ ക്യാഷിന് കിട്ടുമോ, ബാഡ് ഡെറ്റ് ആയിരുന്ന ആ ക്യാഷ് കിട്ടുമോ, ഇല്ലല്ലോ. ബാഡ് ഡെറ്റ് ആയിപ്പോയെന്നാൽ പിന്നെ അവരെ സൺഡ്രി ഡെറ്റർ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ബാഡ് ഡെറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, സൺഡ്രി ഡെറ്ററിൽ നിന്ന് ഡിഡക്ട് ചെയ്യല്ലേ. അതായത് സൺഡ്രി ഡെറ്ററിന്റെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ അതും എവിടെ എഴുതണം, ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. കാരണം ബാഡ് ഡെറ്റ് ആയി പോകുന്ന തുക ഡെറ്ററിന്റെ എമൗണ്ടിൽ നിന്ന് കുറഞ്ഞു പോകും. അപ്പൊ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ 225 രൂപ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അത്രയും തുകയാണ് ഇനി കിട്ടാതെ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, എനിക്ക് 4200 രൂപയുടെ ബിൽസ് റിസീവബിൾ കിട്ടിയായിരുന്നല്ലോ. ഇവിടെ 4200 രൂപയുടെ ബിൽസ് റിസീവബിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു 300 രൂപയുടെ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിപ്പോയി. മനസ്സിലായില്ലേ, ബില്ല് ഡിസോണർ ആയി പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തന്ന വ്യക്തി പറഞ്ഞ സമയത്ത് ക്യാഷ് തന്നില്ല. അപ്പൊ ഒരു 300 രൂപയുടെ ബില്ല് ഡിസോണർ ആയിപ്പോയി. അപ്പം ബിൽസ് റിസീവബിള് ഡിസോണേഡ് എന്ന് പറഞ്ഞു ഒരു 300 രൂപ. അതായത് അയാൾ 300 രൂപ സമയത്ത് തന്നില്ല. അപ്പൊ വീണ്ടും 300 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കൂടില്ലേ. അതായത് ബില്ല് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരുന്നു, ഡെറ്റേഴ്സിന്റെ എമൗണ്ടിൽ നിന്ന് കുറച്ച് വെച്ചു. കാരണം അയാൾ ബില്ല് തന്നല്ലോ, ക്യാഷിന് പകരം നമുക്ക് ബില്ല് തന്നിട്ടുണ്ട്. പക്ഷെ ആ ബില്ലിലെ തുക ഡിസോണറായി പോയപ്പോൾ, അതായത് അയാൾ ക്യാഷ് തന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ അയാളെ എന്തായിട്ട് എഴുതി വെക്കും, ഡെറ്റേഴ്സ് ആയിട്ട് എഴുതി വെക്കത്തില്ലേ. അതായത് ഈ ഒരു കേസിൽ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ബില്ല് ഡിസോണർ ആകുമ്പോൾ എന്ത് ചെയ്യും, അത്രയും തുകയ്ക്ക് ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ എഴുതേണ്ടത്, ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എവിടെ എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതുന്നത്, ബിൽസ് റിസീവബിൾ ഡിസോണേഡ്. ഈ 300 രൂപ ഡെബിറ്റ് സൈഡിൽ എഴുതണം. കാരണം ഡിസോണർ ആയി പോയി കഴിഞ്ഞാൽ അവരെ വീണ്ടും നമ്മൾ എന്താക്കുകയാണ്, ഡെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്യുകയാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഒരു 10000 രൂപയുടെ ചെക്ക് ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്യാഷിന് ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്രേൻ്റെ ഉണ്ടോ, 10000 രൂപയുടെ ചെക്ക് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്.
ഈ ചെക്ക് റിസീവ് ചെയ്ത ചെക്കില് ഒരു 1000 രൂപയുടെ ചെക്ക് ഡിസോണർ ആയിപ്പോയി. അപ്പൊ ചെക്ക് ഡിസോണേർഡ് എന്ന് പറഞ്ഞ ഡിസോണേർഡ് ഒരു 1000 രൂപയുടെ ചെക്ക് ഡിസോണർ ആയെന്ന് വിചാരിക്കാം. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 1000 രൂപയ്ക്ക് വീണ്ടും കൂടുകയല്ലേ. അതായത് ചെക്ക് തന്നപ്പോൾ, ചെക്ക് റിസീവ് ചെയ്തപ്പോൾ നമ്മൾ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞതായിട്ട് കാണിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരുന്നു, കണ്ടോ? പക്ഷെ അതിൽ എന്ത് സംഭവിച്ചു? 1000 രൂപയുടെ ചെക്ക് ഡിസോണർ ആയിപ്പോയി. അപ്പൊ വീണ്ടും 1000 രൂപയ്ക്ക് ഡെറ്റേഴ്സിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത് എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ വേണം എഴുതണം. കാരണം ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു 1000 രൂപയ്ക്ക്. അപ്പൊ ചെക്ക് ആയതുകൊണ്ട് നമ്മൾ എന്താ എഴുതുന്നത്? ബാങ്ക് എന്ന് പറഞ്ഞു വേണം എഴുതാനായിട്ട്. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റില് ചെക്ക് ഡിസോണേർഡ് എന്ന് എഴുതുക. അപ്പൊ 1000 രൂപയുടെയാണ് അന്ന്. അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ അവസ്ഥ എന്നത്. ഇത്രയും ഇൻഫോർമേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്നില്ല. ഇനി ഇത് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ബാക്കി എല്ലാ ഫിഗേഴ്സും നമ്മൾ എഴുതി അപ്ലൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പൊ ആദ്യം രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇതെന്ന് പറയുന്നത് 28,600 വരും. അത് തന്നെ ഇങ്ങോട്ടേക്കും എഴുതുക, 28,600. അതിൽ നിന്ന് ഇത്രയും എമൗണ്ട് എന്ന് പറയുമ്പോൾ 6,700 വരും. ഇതിൽ നിന്ന് ഇത്രയും എമൗണ്ട്സ് കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര വരും? 21,900 വരും. അപ്പൊ ഈ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്രെഡിറ്റ് സെയിലാണ്. ഇങ്ങനെയാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ മിസ്സിംഗ് ഐറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ ആയതുകൊണ്ട്. ഇനി അതുപോലെ മറ്റേതെങ്കിലും ഐറ്റം ആണ് മിസ്സിംഗ് എങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പം ബാക്കി വരുന്ന ബാലൻസ് ഫിഗർ വരുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആ മിസ്സിംഗ് ഐറ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്? നമുക്ക് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. 3-4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി എന്നാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇത്രയുമേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.